ഹലോ പീപ്പിൾസ്, വെൽക്കം ബാക്ക് ടു സ്റ്റഡ്ഫോർഡ് സിഗ്നൽ. ഒരു നീണ്ട കാത്തിരിപ്പിന് ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 76,000 കാണികളടങ്ങുന്ന ആ ഓൾഡ് ട്രാഫോർഡ് പിച്ചിലോട്ട് കളിക്കാൻ ഇറങ്ങുകയാണ്. ഒരു വനവാസമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 24 ദിവസത്തോളമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പിച്ചിലിറങ്ങാതെ നിന്നത്. കാണികളായ നമ്മൾക്ക് എത്രത്തോളം ഫ്രസ്ട്രേഷനായിരുന്നു ഈ സമയം എന്നുള്ളത് ഞാനിവിടെ അങ്ങനെ വലിച്ചു നീട്ടി പറയേണ്ട ആവശ്യമില്ല. ഒരു ടഫ് പീരീഡ് തന്നെയായിരുന്നു ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്ക്. അപ്പോൾ എന്നിരുന്നാലും നമ്മുടെ വനവാസം കഴിഞ്ഞ് കാരിക്കും പിള്ളേരും വരികയാണ്. ഇനി വന്നതിന് ശേഷം ആദ്യ കളി ലീഡ്സിനായിട്ടാണ്. അപ്പോൾ അതിലെന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത്, പ്രഡിക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. ദിസ് ഈസ് മാച്ച് പ്രിവ്യൂ. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞേക്കാട്ടുമ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾക്ക് ഈ കളിയിൽ കാണാൻ ആഗ്രഹമുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജയിക്കുന്നതല്ലാതെ അതിൻ്റെ മുകളിൽ കാണാൻ ആഗ്രഹമുള്ള ഒരു സംഭവം എന്താണ്? അത് താഴെ പ്രെഡിക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കോമൻറ്റ് ചെയ്യുക. എനിക്കൊരു വൈൽഡ് ഗസ് ഉള്ളത്, ബേസിക്കലി ബ്രൂണോ 16 അസിസ്റ്റിൽ നിന്നും ഈ കളി കഴിയുമ്പോൾ ഒരു 19 അസിസ്റ്റായിട്ട് അവൻ്റെ നമ്പേഴ്സ് മാറുമെന്നാണ് എൻ്റെ ഒരു ഗട്ട് ഫീൽ പറയുന്നത്. 5 അസിസ്റ്റ് ഈ കളിയിൽ കിട്ടുകയാണെങ്കിൽ പൊളിച്ചേനെ. പക്ഷേ അത്രയ്ക്ക് ലീഡ്സ് നമുക്ക് ഒപ്പിച്ചു തരുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഐ ഫീൽ ബ്രൂണോ ഈ കളിയിൽ കുറച്ച് അസിസ്റ്റുകൾ നേടും. ഗോൾസ് ഉണ്ടാവും, ഓപ്പൺ ഗെയിം ആയിരിക്കും, എൻ്റർടൈനിങ് ഗെയിം ആയിരിക്കും, ബോക്സ് ടു ബോക്സ് ഗെയിം ആയിരിക്കും. ഇവിടെ എനിക്ക് തോന്നുന്നില്ല ലീഡ്സ് വന്നിട്ട് ഈവൻ ദോ അവരുടെ ഒരു മൈൻഡ് സെറ്റ് കൗണ്ടർ അറ്റാക്കിങ് ആണെങ്കിലും ഐ തിങ്ക് രണ്ട് സൈഡിൽ നിന്ന് ഗോൾസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ പ്രഡിക്ഷനൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം. അതിൻ്റെ കൂടെ എക്സ് ഫാക്ടർ പ്ലേയേഴ്സ് ആരാണ് ഞാൻ കാണുന്ന, അല്ലെങ്കിൽ എൻ്റെ കണ്ണിൽ പെടുന്ന എക്സ് ഫാക്ടർ പ്ലേയേഴ്സ് ആരൊക്കെയാണ് രണ്ട് ടീമിനും. ഇഞ്ചുറി കൺസേൺസ് പറയാനുണ്ട്, ലീഡ്സിനെ കുറിച്ച് സംസാരിക്കാനുണ്ട് കുറച്ച് ഭാഗങ്ങൾ, പിന്നെ നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ദി ഗ്ലോറി ടീമിനെ കുറിച്ച് സംസാരിക്കാനുണ്ട്. ഞാൻ ഈ വീഡിയോ അധികം വലിച്ചു നീട്ടില്ല, കാരണം ഇതിൽ ടാക്ടിക്കൽ ബോർഡൊന്നും ഞാൻ കൊണ്ടുവരുന്നില്ല. ദിസ് ഗെയിം ഹാസ് ടു ബി ആൻ ഈസി വിൻ ഫോർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ലീഡ്സ് യുണൈറ്റഡ് എന്ന ടീം ശരിയാണ്, ഡേർബിയാണൊക്കെ സമ്മതിക്കുന്നു. പക്ഷേ ലീഡ്സ് യുണൈറ്റഡ് എന്ന ടീം റെലിഗേഷൻ ബാറ്റിലോട്ട് ചാടാൻ നിൽക്കുന്ന ടീമാണ്. ഇപ്പോൾ നമ്മൾ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ സ്പേഴ്സ് ഉണ്ട്, വെസ്റ്റ് ഹാം ഉണ്ട്, അതിൻ്റെ കൂടെ ബേൺലി, വോൾസൊക്കെയാണ് റെലിഗേഷൻ ബാറ്റിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ലീഡ്സും ആ ഗണത്തിലോട്ട് ചാടാൻ പോകുന്ന ടീമാണ്. 7 കളികളാണ് ഇനി ബാക്കിയുള്ളത്. 7 കളികൾ കഴിയുമ്പോൾ ആരായിരിക്കും റെലിഗേറ്റ് ആവുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് താഴെ പ്രെഡിക്റ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ആരായിരിക്കും ചാമ്പ്യന്മാർ എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ പ്രെഡിക്റ്റ് ചെയ്യാം. കേൾക്കാൻ രസമുള്ള സംഭവങ്ങളാണ്, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ലീഡ്സ് യുണൈറ്റഡ് മാച്ച് പ്രിവ്യൂ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ലീഡ്സ് ഇങ്ങോട്ട് വരുമ്പോൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോൾ തന്നെയായിരിക്കും. എനിക്ക് തോന്നുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൈഡിൽ നിന്ന് ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോൾ നമുക്ക് പ്രതീക്ഷിക്കാം ചില മൊമെൻറ്റ്സിൽ. പിന്നെ ഈ കളിയിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നൊരു പ്ലെയർ മെഗ്വയർ ആണ്. മെഗ്വയർ റെഡ് കാർഡ് കിട്ടി പുറത്തു പോയി കഴിഞ്ഞ മത്സരത്തിൽ. ആരൊക്കെങ്കിലും ഇത് ഓർമ്മ ഉണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം അത്രയും ദിവസമായി ഇതൊക്കെ നടന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂറോ ആയിരിക്കും സെൻറ്റർ ബാക്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഐ തിങ്ക് ലിസാൻഡ്രോ മാർട്ടിനസ് ഈ കളി സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. നിങ്ങളുടെ പ്രഡിക്ഷൻ എന്താണ് താഴെ കോമൻറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ലിച്ച സ്റ്റാർട്ട് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾക്ക് താഴെ കോമൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ലീഡ്സിൻ്റെ ഒരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരുടെ ഈ ലീഡ്സിൻ്റെ കോച്ചിൻ്റെ അണ്ടറിൽ അവർ പെട്ടെന്ന് ബോൾ വിൻ ചെയ്തിട്ട് വിത്തിൻ 15 സെക്കൻഡ്സ് ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് എടുക്കാൻ നോക്കുന്ന ഒരു ഫിലോസഫിയുള്ള ഒരു ടീമാണ് ലീഡ്സ് യുണൈറ്റഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിഡ്ഫീൽഡ് ബാറ്റിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറായി മാറും ഈ കളിയിൽ. കസമീറോ മെയിനും ഒക്കെ ലെത്താർജിക്കായി 24 ദിവസം കഴിഞ്ഞ് കോട്ടുവായിട്ട് കളിക്കാൻ വന്നു കഴിഞ്ഞാൽ ലീഡ്സിന് വളരെ സുഖമായി കൊടുക്കും അത്. എസ്പെഷ്യലി ലീഡ്സ് കഴിഞ്ഞ ആഴ്ച ഒരു കളിച്ചു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് FA കപ്പാണ് തോന്നുന്നു. അപ്പോൾ അവർ എനർജറ്റിക് ആണ്, അവർക്ക് ആ ഒരു മാച്ച് ഫിറ്റ്നസ് ഉണ്ട് പ്ലേയേഴ്സിന്. നമ്മളാണെങ്കിൽ വനവാസം കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ മാച്ചുമാണ്. സോ ആ ഒരു കൺസേൺ ആണ് എനിക്കുള്ളൂ ഈ കളിയിലോട്ട് വരുമ്പോൾ. അവരുടെ ഒരു രീതി, ലീഡ്സിൻ്റെ രീതി എനിക്ക് തോന്നുന്നത് ഓൾഡ് ട്രാഫോർഡിൽ വന്നിട്ട് അറ്റാക്കിംഗ് ഫുൾ ബാക്സിനെ വെച്ചുകൊണ്ട് ക്രോസ് ഇടാനുള്ള പരിപാടിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഫൻസിൽ കളിക്കുന്ന ആരായാലും കുറേ ഹെഡേഴ്സ് വിൻ ചെയ്യേണ്ടി വരും. ഏരിയൽ ഡ്യുവൽസും ഗ്രൗണ്ട് ഡ്യുവൽസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിൻ ചെയ്യേണ്ട ഒരു ഏരിയ ആയിരിക്കും ഡിഫൻസിൽ നിന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നത് ലീഡ്സിൻ്റെ കളി കണ്ടിടത്തോളം ഞാൻ മനസ്സിലാക്കിയത്, കാൽവർട്ട് ലൂയിനെ കൊണ്ട് ചാനലിലോട്ട് റൺ ചെയ്യിപ്പിച്ചുകൊണ്ട് കുറേ ട്രാൻസിഷൻ നടത്താനായിട്ട് ലീഡ്സ് ഉപയോഗിക്കും. അപ്പോൾ അതും നമ്മൾ നോട്ട് ചെയ്യേണ്ട സംഭവമായിരിക്കും. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും ലീഡ്സ് യുണൈറ്റഡ് കഴിഞ്ഞ 4 മത്സരങ്ങളിൽ ഗോൾ അടിച്ചിട്ടില്ല. അതിൻ്റെ കൂടെ ഫെബ്രുവരി മുതൽ അവരൊരൊറ്റ കളി പോലും ജയിച്ചിട്ടില്ല. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീം, നിങ്ങൾ ഈ കളി കൊണ്ട കുളമാക്കരുത്. നിങ്ങൾക്ക് ഈ കളി ജയിച്ചേ പറ്റൂ. ഇത് ഈസി ഗെയിമായിട്ടൊരു കളിയാണ്. ഏത് ടീമാണെങ്കിലും ഈ ഒരു ലീഡ്സിനെതിരെ അറ്റ് ഹോം ജയിച്ചിരിക്കും. അത് ഞാൻ പറയാൻ കാരണം അവിടെ ടേബിളിൽ കാണിക്കാം. ഈ ലീഡ്സിൻ്റെ എവേ റെക്കോർഡ് പറഞ്ഞ സംഭവം
ദുരന്തം എവേ റെക്കോർഡാണ് ലീഡ്സിൻ്റെ. നിങ്ങൾക്കവിടെ കാണാൻ പറ്റും. ലീഡ്സ് കിടക്കുന്നത് 18ാമതാണ്. അതായത് 15 എവേ ഗെയിംസ് കളിച്ചതിൽ ഒരു വിജയം മാത്രമാണ് ലീഡ്സിന് ഇതുവരെ സ്വന്തമാക്കിയിട്ടുള്ളൂ. 7 ഡ്രോ 7 തോൽവിയാണ് ലീഡ്സിനുള്ളത്. അപ്പോൾ അവരുടെ എവേ റെക്കോർഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ദുരന്തം ഫോമിലാണ് അവരുള്ളത്. അതുകൊണ്ട് തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ കളി ജയിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഹോം റെക്കോർഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ 15 കളികളിൽ 10 ജയിച്ചിട്ടുണ്ട്, 3 ഡ്രോ 2 തോൽവിയാണ്. അതിൽ തന്നെ ആ 2 തോൽവി പറഞ്ഞ ഒന്ന് എവർട്ടനെതിരെയും അതേപോലെ തന്നെ ഒന്ന് ആഴ്സണലിനെതിരെയും 1-0 ലോസസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അപ്പർ ഹാൻഡിലുള്ള ഒരു മാച്ചാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് ഫേവറേറ്റ്സ്. ഇനി നമുക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അണ്ടർ ക്യാരിക്ക് ഒരു കാര്യം പറയാനുള്ളത്. ലാസ്റ്റ് 10 മാച്ചിൽ 7 കളികളും അണ്ടർ ക്യാരിക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജയിച്ചു കഴിഞ്ഞു. മിന്നും ഫോമിൽ ഞാൻ പറയുന്നില്ല, കാരണം നമ്മളിപ്പോൾ ലാസ്റ്റ് ഒരു 5 ഗെയിം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 5ാമതോ 6ാമതോ ആണ് ലീഗിൽ നിൽക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ലാസ്റ്റ് 5 മത്സരങ്ങളിൽ അറ്റ് ഓൾഡ് ട്രാഫോർഡ് നമ്മൾ 12 ഗോൾ നേടിയിട്ടുണ്ട്, അല്ലെങ്കിൽ 12 ഗോൾ അടിച്ചു കൂട്ടിയിട്ടുണ്ട്. പിന്നൊരു സംഭവം, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലീഡ്സിനെതിരെ കഴിഞ്ഞ 3 മത്സരങ്ങളിൽ തോറ്റിട്ടില്ല എന്ന് മാത്രമല്ല, ആ കളികളുടെ സ്കോർ ലൈൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഈ കളിയിലും അങ്ങനത്തെ ഒരു സ്കോർ ലൈനായി മാറാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. ഇനി എനിക്ക് പറയാനുള്ളത് ഇഞ്ചുറി കൺസേൺസ് ആണ്. ഈ 2 ടീമിനും ഇഞ്ചുറി കൺസേൺസ് ഉണ്ട്. അതിൽ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് നമ്മുടെ ടീമിൻ്റെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഹാരി മാഗ്വയർ സസ്പെൻഡ് ആണ്. ഈ കളിയിലോട്ട് വരുമ്പോൾ ലിസാൻഡ്രോ മാർട്ടിനസ്, മത്തേസ് ഡിലിറ്റ്, പാട്രിക് ഡോർഗു ഈ 3 പേരുടെയും അവൈലബിലിറ്റി ക്വസ്റ്റ്യനിൽ നിൽക്കുകയാണ്. അതിൽ തന്നെ ഡിലിറ്റ് ഈ സീസൺ മുഴുവൻ ഉണ്ടാവില്ല എന്നാണ് കേൾക്കുന്നത്. പാട്രിക് ഡോർഗു ഈ കളി കളിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ലിസാൻഡ്രോ മാർട്ടിനസിൽ മാത്രമേ എനിക്ക് പ്രതീക്ഷയുള്ളൂ. ഇനി അങ്ങോട്ട് ലീഡ്സിലോട്ട് പോവുകയാണെങ്കിലും അവർക്കും കുറേ പ്ലേയേഴ്സ് മിസ്സിംഗ് ആണ്. അതിൽ തന്നെ അവരുടെ മെയിൻ പ്ലെയർ ആയിട്ടുള്ള ആൻറ്റോൺ സ്റ്റാച്ച് എന്ന് പറഞ്ഞ അവരുടെ മിഡ്ഫീൽഡർ, അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാപ്റ്റൻ എന്നൊക്കെ പറയാം, മൂപ്പര് ആംഗിൾ ഇഞ്ചുറി ആയിട്ട് ഈ കളി കളിക്കില്ല. അതിൻ്റെ കൂടെ ഡാനിയൽ ജെയിംസ്, നമ്മുടെ പണ്ടത്തെ റൈറ്റ് വിങ്ങർ, അവനും കളിക്കില്ല. പിന്നെ നോ ഒക്കഫോർ പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു പ്ലെയർ ഉണ്ട്. ഇവരൊക്കെ അവരുടെ ഇമ്പോർട്ടൻറ്റ് പ്ലെയേഴ്സാണ്, ഈ ടീമിനെ പിടിച്ചു നിർത്തുന്ന പ്ലെയേഴ്സാണ്. അപ്പോൾ അവരാരും ഈ കളിക്കില്ലാത്തതും നമുക്കൊരു ഹ്യൂജ് ഫാക്ടറാണ്. ഇനി ഫാക്ടറിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത് എക്സ് ഫാക്ടറാണ്. എനിക്ക് തോന്നുന്നു ഈ കളിയിൽ നമുക്കെതിരെ ഡേഞ്ചറസ് ആയി മാറാൻ പോകുന്നൊരു പ്ലെയർ ഈസ് ആരോൺസൺ. ലീഡ്സിൻ്റെ 11ാം നമ്പർ ജേഴ്സി ഇടുന്ന ആരോൺസൺ. ഇത് ഞാൻ പറയാൻ കാരണം ആരോൺസൺ ഈസ് എ ക്വാളിറ്റി പ്ലെയർ. അത് മാത്രമല്ല ഭയങ്കര ടെക്നിക്കലി ബ്രില്യൻ്റ് ആണ്. ക്ലോസ് സ്പേസസിൽ നിന്നുകൊണ്ട് ഷോട്ട് എടുക്കാനും അസിസ്റ്റ് കൊടുക്കാനും പറ്റുന്നൊരു പ്ലെയറാണ് ആരോൺസൺ. നമ്മുടെ സൈഡിൽ നിന്ന് ഐ തിങ്ക് ഈ കളിയിൽ ഒരു എക്സ് ഫാക്ടർ കൊണ്ടുവന്ന് മാച്ച് തിരിക്കാൻ കഴിവുള്ളൊരു പ്ലെയർ അപ്പാർട്ട് ഫ്രം ബ്രൂണോ ഐ തിങ്ക് ഇറ്റ്സ് മത്തേസ് കുഞ്ഞ. മത്തേസ് കുഞ്ഞയുടെ ഡാൻസ് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ പ്രഡിക്ഷൻസ് എന്താണെന്ന് താഴെ കോമെൻറ്റ് ചെയ്യുക. എൻ്റെ പ്രഡിക്ഷൻ ഞാൻ പറയുന്നത് ഐ തിങ്ക് ഇറ്റ്സ് എ 4-0 വിക്ടറി ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നാണ്. നമ്മൾ ഈ കളിയിൽ കുറേ ഗോൾ അടിക്കും, ഒരു 4-5 ഗോൾ അടിക്കാനുള്ള വകുപ്പ് നമുക്ക് ലീഡ്സ് ഉണ്ടാക്കി തരും. സോ അതുകൊണ്ട് തന്നെ ഐ പ്രിഡിക്റ്റ് 4-0 വിജയം ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. വനവാസം കഴിഞ്ഞ് വരുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 4-0 വിജയമാണ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ പ്രഡിക്ഷൻസ് ഒക്കെ താഴെ കോമെൻറ്റ് ചെയ്യുക. ആരാണ് ഗോൾ സ്കോർ ചെയ്യാൻ പോകുന്നത്, ആരാണ് ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നേടാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ താഴെ കോമെൻറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പുതിയ ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലോട്ട്. പീപ്പിൾസ്, ദിസ് ഈസ് സ്ട്രെറ്റ്ഫോർഡ് സിഗ്നൽ. ഐ എം മിറാജ് സൈനിങ് ഓഫ്. വീണ്ടും കാണാം.